എല്ലാ കൂട്ടുകാർക്കും കർത്താവ് യേശുക്രിസ്തുവിന്റെ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനം. ഈ വീഡിയോയിൽ നമുക്ക് യഹൂദയുടെ ജീവചരിത്രം നോക്കാം. യഹൂദ എന്ന പേരിൻ്റെ അർത്ഥം വാഴ്ത്തപ്പെടട്ടെ അല്ലെങ്കിൽ സ്തുതി. യാക്കോബിൻ്റെയും ലേയയുടെയും 4ാമത്തെ പുത്രനാണ് യഹൂദ. സഹോദരനായ യോസേഫിനെ കൊല്ലാതെ ഇശ്മായേലിയർക്ക് വിൽക്കുകയാണ് നല്ലത് എന്ന് ഉപദേശിച്ചത് യഹൂദയാണ്. സഹോദരന്മാരുടെ നേതൃത്വം യഹൂദ എടുക്കുന്നതായി കാണാം. മൂത്ത മകനായ രൂബേൻ പിതാവിൻ്റെ ശയ്യയെ അശുദ്ധമാക്കിയത് കൊണ്ട് അവന് ലഭിക്കേണ്ട പ്രഭുസ്ഥാനം യഹൂദയ്ക്ക് ലഭിച്ചു. ശൂവ എന്ന കനാനിയൻ്റെ മകളെ യഹൂദ വിവാഹം കഴിച്ചു. അവൾ ഏർ, ഓനാൻ, ഷേല എന്ന 3 പുത്രന്മാരെ പ്രസവിച്ചു. മൂത്ത പുത്രനായ ഏർ മരിച്ചപ്പോൾ അവൻ്റെ ഭാര്യയായ താമാറിനെ ഓനാന് നൽകി. അവന് മരിച്ചപ്പോൾ 3ാമത്തെ മകനായ ഷെലയ്ക്ക് താമാറിനെ വിവാഹം ചെയ്തു കൊടുത്തില്ല. അതിനാൽ അവൾ വേശ്യയുടെ വേഷത്തിൽ യഹൂദയെ വഞ്ചിച്ച് ഗർഭിണിയായി. മരുമകൾ താമാർ പരസംഗത്താൽ ഗർഭിണിയായി എന്ന് അറിഞ്ഞപ്പോൾ അവളെ ചുട്ടുകളയുവാൻ യഹൂദ ഒരുങ്ങി. പണയ വസ്തുക്കളായ മുദ്രാമോതിരവും മോതിരച്ചരടും വടിയും കണ്ടപ്പോഴാണ് താനാണ് കുറ്റക്കാരനെന്ന് യഹൂദയ്ക്ക് മനസ്സിലായത്. അവൾ എന്നിലും നീതിയുള്ളവൾ എന്ന് യഹൂദ ഏറ്റുപറഞ്ഞു. യഹൂദയ്ക്ക് താമാരിൽ പേരേസ്, സേരഖ് എന്ന 2 പുത്രന്മാർ ജനിച്ചു. മരണാസന്നനായ യാക്കോബ് യഹൂദയെ അനുഗ്രഹിച്ചു. യഹൂദ ഒരു ബാലസിംഹമായിരിക്കുമെന്നും അവകാശമുള്ളവൻ വരുവോളം ചെങ്കോൽ യഹൂദയിൽ നിന്നും മാറുകയില്ല എന്നും യാക്കോബ് പ്രവചിച്ചു. ഇസ്രായേൽ രാജാവായ ദാവീദ് യഹൂദ ഗോത്രജനാണ്. യഹൂദയുടെ സിംഹമായ യേശുവും യഹൂദ ഗോത്രത്തിലാണ് ജനിച്ചത്. യഹൂദയുടെ വംശാവലി 1 ദിനവൃത്താന്തം 2 മുതൽ 4 അധ്യായങ്ങളിൽ കാണാം. അടുത്തതായി യഹൂദ ഗോത്രം എങ്ങനെയുള്ളവയെന്ന് നോക്കാം. മിസ്രൈമിലേക്ക് പോകുമ്പോൾ യഹൂദയ്ക്ക് 3 പുത്രന്മാർ ഉണ്ടായിരുന്നു. യഹൂദയുടെ കുടുംബം വളരെ വേഗം വർദ്ധിച്ചു. 1ാമത്തെ ജനസംഖ്യയെടുപ്പിൽ അവർ 74,600 പേരുണ്ടായിരുന്നു. എല്ലാ ഗോത്രങ്ങളിലും വച്ച് ജനസംഖ്യയിൽ 1ാം സ്ഥാനം യഹൂദയ്ക്കായിരുന്നു. 2ാമത്തെ കണക്കെടുപ്പിൽ 76,500 ആയിരുന്നു ജനസംഖ്യ. കനാൻ ദേശം ഒറ്റുനോക്കുവാൻ പോയവരിൽ യഹൂദയുടെ പ്രതിനിധി യെന്നയുടെ മകൻ കാലേബായിരുന്നു. മരുഭൂമി പ്രയാണത്തിൽ യഹൂദയുടെ സ്ഥാനം സമാഗമന കൂടാരത്തിന് കിഴക്കായിരുന്നു. യഹൂദയുടെ കൊടിയുടെ നിറം പച്ചയും കൊടി അടയാളം സിംഹവുമായിരുന്നുവെന്ന് റബിമാർ പറയുന്നു. ഹായിയിൽ ഇസ്രായേലിൻ്റെ തോൽവിക്ക് കാരണക്കാരനായ ആഖാൻ യഹൂദ ഗോത്രക്കാരനായിരുന്നു. കനാനിയരോട് യുദ്ധം ചെയ്യുവാൻ ആദ്യം പുറപ്പെട്ടത് യഹൂദ ഗോത്രമാണ്. യോർദാന് പടിഞ്ഞാറ് അവകാശം ലഭിച്ച ആദ്യത്തെ ഗോത്രം യഹൂദയായിരുന്നു. മുഴുവൻ ദേശത്തിൻ്റെയും 1/3 വരുമായിരുന്നു യഹൂദയുടെ ഓഹരി. ദേശം ശരിയായി പരിശോധിച്ച് വീണ്ടും പകുത്തപ്പോൾ 1 ഓഹരി ശിമെയോന് കൊടുത്തു. ദേശത്തിൻ്റെ അതിരുകളെക്കുറിച്ച് വിശദമായി യോശുവ 15-ാം അധ്യായം 20 മുതൽ 63 വരെയുള്ള വചനങ്ങളിൽ കാണാം. ന്യായാധിപന്മാരുടെ കാലത്ത് യഹൂദ മറ്റ് ഗോത്രങ്ങളോട് സ്വതന്ത്രമായ മനോഭാവമാണ് പുലർത്തിയിരുന്നത്. ബെന്യാമീന്യനായ ശൗലിനെ രാജാവായി അവർ അംഗീകരിച്ചു. എന്നാൽ അത് ശുഭമനസ്സോടെ ആയിരുന്നില്ല. അമാലേക്യർക്ക് എതിരെയുള്ള യുദ്ധത്തിൽ ഒരു ചെറിയ സൈന്യമാണ് യഹൂദ ഗോത്രം ശൗലിന് നൽകിയത്. ദാവീദിൻ്റെ കാലത്തോടു കൂടി ഒരു ഗോത്രമായിരുന്ന യഹൂദ രാജ്യമായി മാറുകയാണ് ചെയ്തത്.